നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് ഇന്ത്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ബാംഗ്ലൂരിലാണ്. നമുക്കറിയാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പുറത്ത്, അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നമ്മുടെ മലയാളികൾ അവർ പടുത്തുയർത്തുന്ന വ്യവസായ സംരംഭങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ അഭിമാനിക്കാം. അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് മലയാളി എന്നതിൽ ഒരു മലയാളി അവരുടെ ജീവിതം കേരളത്തിന് പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ്, അത് ജോലിയിലായിരിക്കോട്ടെ മറ്റ് ഏതെങ്കിലും വിധത്തിലായിരുന്നാലും, അവിടെ നിന്ന് കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് വിജയം കൈവരിച്ചവരുടെ കഥ നമുക്കെന്നും ഒരു പ്രചോദനം നൽകുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി 26 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം ബാംഗ്ലൂരിൽ സ്വന്തമായ വ്യവസായ സംരംഭം തുടങ്ങി അതിൽ വിജയം കണ്ടെത്തിയ തിരുവല്ല നിരണം സ്വദേശി ശ്രീ MO വർഗീസാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഇന്ന് വൺ ഓഫ് ദ ലീഡിങ് കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്തു. അത് ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി എന്നുള്ളതാണ്. കാർഗിൽ കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ MO വർഗീസ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 തിരുവല്ല നിരണം. അതെ, നിരണത്താണ് ജനിച്ചത്. അതെ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? ബിസിനസ് ആയിരുന്നു. ബിസിനസ് ആയിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞങ്ങൾ 7 പേരാ, 2 ആണും 5 പെണ്ണും. ഞാൻ മൂന്നാമനാണ്. മൂന്നാമത്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തിരുവല്ല നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ അവിടുന്ന് എയർഫോഴ്സിൽ വന്നു. അതിനിടയ്ക്ക് കുറച്ച് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും എല്ലാം പഠിച്ചു. അത് 26 വർഷമാണ് എയർഫോഴ്സിലേക്ക്. അപ്പൊ ഏകദേശം 1998 റിട്ടയർമെന്റ്. ഞാൻ എയർഫോഴ്സിൽ 1972 ബാംഗ്ലൂരിൽ നിന്ന് ചേർന്നു. അങ്ങനെ 26 വർഷം ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം 1998 26 വർഷവും ചില മാസങ്ങൾ ജോലി ചെയ്ത് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്ര. എയർഫോഴ്സിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ചില സ്നേഹിതന്മാർ, എൻ്റെ സീനിയേഴ്സ്, എൻ്റെ വീട്ടിൽ നിരണത്തുനിന്ന് അന്ന് ധാരാളം ആൾക്കാർ എയർഫോഴ്സിലുണ്ടായിരുന്നു. അവർ 2 മാസമൊക്കെ നാട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കുകയും അവർക്ക് ലഭിക്കുന്ന അതിൽ നിന്ന് ലഭിച്ച പ്രചോദനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, അനുഭവിക്കുന്ന നന്മകൾ, ദേശത്തിന് വേണ്ടിയുള്ള സേവനം, അപ്പോൾ എന്നെ അത് വളരെയധികം ആകൃഷ്ടനാക്കി. അപ്പോൾ അതിൽ ചേരണമെന്ന് തോന്നി. അങ്ങനെ ബാംഗ്ലൂർ വന്നു. മാതാപിതാക്കന്മാരുടെയും സഹോദരികളുടെയും അനുവാദം ഇല്ലാതെ ഞാൻ വന്നത്. അനുവാദമില്ല. അത് പക്ഷെ കുട്ടിക്കാലം മുതൽ രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിക്കുക, രാജ്യത്തിന്റെ വേണ്ടി ജോലി ചെയ്യുക, അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർമിയിലോ എയർഫോഴ്സ്. കാരണം ഈ സെക്കൻഡ് വേൾഡ് വാർ സമയത്തൊക്കെ ഇങ്ങനെ നാട്ടിൽ കൂടെ ജീപ്പേ വന്നിട്ട് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് വേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു അനുഭവങ്ങളൊക്കെ പിതാവിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് ആർമിയിലോ എയർഫോഴ്സിലോ ഒന്നും ചേരാൻ ആളില്ലായിരുന്നു. ചെന്നാൽ മതി അവരെ എടുക്കുമായിരുന്നു അന്ന് അവർക്കും. പക്ഷേ പിൽക്കാലത്തൊക്കെ അവർ വിചാരിച്ചു അത് ചേരേണ്ടതായിരുന്നു. തൊഴിലില്ലാതൊക്കെ ആയി കഴിഞ്ഞപ്പം ആൾക്കാർക്ക്, അന്ന് പോയവർക്ക് ശമ്പളവും പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു പോയി, കഥകളൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം മിലിറ്ററി സർവീസ് ഒരു നല്ല സർവീസ്, രാജ്യസ്നേഹം, അത് വലിയൊരു, രാജ്യത്തെ സേവിക്കുക. ട്രെയിനിങ് ബാംഗ്ലൂർ കഴിഞ്ഞു. അതെ. അത് കഴിഞ്ഞ് പിന്നെയുള്ള പോസ്റ്റിംഗ് എങ്ങോട്ടായിരുന്നു? അവിടെ നേരെ എൻ്റെ പോസ്റ്റിംഗ് കിട്ടിയത് രാജസ്ഥാനിലേക്കാണ്. രാജസ്ഥാനിൽ ജോധ്പൂർ എന്ന് പറയുന്നത് അത് പുതുതായിട്ട് ഫോം ചെയ്യുന്ന ഒരു കമാൻഡായിരുന്നു, വൺ ഓപ്പറേഷണൽ ഗ്രൂപ്പ്. അതിൻ്റെ തുടക്കത്തിന് അതിൻ്റെ ഇൻസെപ്ഷൻ ടീമിൽ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ തുടക്കം ഫോർമേഷൻ ടീമിൽ ഉൾപ്പെട്ടതാണ്. ഞാൻ അന്ന് ജോധ്പൂരിനാണ് പോയത്. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അത് 5 ദിവസം 6 ദിവസം എടുത്തു. അവിടുന്ന് പിന്നെ കുതിരവണ്ടിയിലാണ് യൂണിറ്റിലോട്ട് പോയത്. അന്ന് അവിടെ കുതിരവണ്ടി എന്നൊക്കെ പറഞ്ഞ വലിയ വണ്ടികളായിട്ടല്ല, അങ്ങനെയുള്ള ടാക്സി. അത് ഓർക്കുകയാണ്, കാരണം അത്രയും ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അല്ലേ നമ്മൾ. വളരെ ആ യാത്രയും വളരെ ദുരിതപൂർണമായ യാത്രയായിരുന്നു. അന്ന് ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊന്നുമില്ല, ആധുനിക സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടം. സമ്മർ എന്ന് പറയുമ്പം അന്ന് 45, 46, ഇപ്പോൾ 50-ന് മേളിലായിട്ടുണ്ട്. അന്ന് 46 ഡിഗ്രി 47 ഡിഗ്രി ഒക്കെ വരും. ആന്തി എന്നും പറഞ്ഞുകൊണ്ട് ചുഴലിക്കാറ്റ്, മണലല്ലേ മുഴുവൻ, മണലാരണ്യങ്ങൾ ആണ് മുഴുവൻ.
അപ്പോൾ കാറ്റടിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ചുഴലിക്കാറ്റായിട്ട് വന്ന് നമ്മളെ കൂടെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന രീതി നമ്മൾ ഓടി ഇങ്ങോട്ടേലേക്ക് മാറും. അപ്പോൾ തുണികളൊക്കെ പറന്നു പോകും. അങ്ങനെയാണത്. അത് അവിടെ വരുന്ന പക്ഷെ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റി തീർച്ചയായും. എന്നുള്ളതാണ് അല്ലെ, രാജ്യത്തിനോടുള്ള യാ, ആ യാ. കമ്മിറ്റ്മെന്റ്. അതിന് വാറിലെല്ലാം സാർ പങ്കെടുത്തിട്ടുണ്ടാവും കാരണം 72 കഴിഞ്ഞ് യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യ യുദ്ധത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. എന്നാൽ മിക്ക സമയം യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസുകൾ നമ്മളുണ്ട്. പാസീവ് എയർ ഡിഫൻസ്, ആക്റ്റീവ് എയർ ഡിഫൻസ് എക്സർസൈസുകൾ, ഇതിനുവേണ്ടി യുദ്ധസന്നാഹങ്ങളെല്ലാം നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് പങ്കുചേരണം. അല്ലാണ്ട് പെട്ടെന്ന് പോയി യുദ്ധം നടത്തുന്നതിനെക്കാട്ടി കൂടുതലാണ് യുദ്ധത്തിന് വേണ്ടി പ്രാക്ടീസ് തയ്യാറെടുക്കുന്നത്. അത് എല്ലാ പട്ടാളക്കാരും എയർഫോഴ്സുകാരും നേവിക്കാരും ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ പട്ടാളം ഞങ്ങൾ 3 ഈ നാവികസേനയായിട്ട് വ്യോമസേനയായിട്ട് കരസേനയായിട്ട് ഇതെല്ലാം പങ്കുചേർന്നെങ്കിൽ എപ്പോഴും തയ്യാറെടുത്തിരിക്കുക അതെ എന്നുള്ളത്, അതെ 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 അലർട്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് സാറ് പറഞ്ഞത്. കാരണം യുദ്ധത്തെക്കാൾ യുദ്ധത്തിന് മുമ്പ് തയ്യാറെടുക്കുന്നതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു. പക്ഷെ എന്നാലും അത് ഒരു പട്ടാളക്കാരന് ഒരു ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജീവിതം തന്നെ ഒരു ചലഞ്ചാണല്ലോ. നമ്മൾ ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ രാജ്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെ നമുക്ക് തകർത്തേ പറ്റത്തുള്ളൂ. അത് കാരണം നമ്മുടെ പുറകിൽ ഉള്ളവരുടെ ബലം ഞങ്ങൾ നിൽക്കുന്ന. 26 വർഷം കഴിഞ്ഞ് റിട്ടയർമെന്റിലേക്ക് പോവാണ്. 1998 റിട്ടയർമെന്റ്. പക്ഷെ 99 ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണ്. ആ പ്രസ്ഥാനത്തിന് നൽകിയ പേര് കാർഗിൽ എന്നാണ്. 1999 കാർഗിൽ യുദ്ധം തുടങ്ങുന്നത്. ആ രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യത്തിനോട് ജീവൻ ബലികർപ്പിച്ച ഒരുപാട് സുരക്ഷാ ഭടന്മാർ നമുക്കുണ്ട്. അവരുടെ ഓർമ്മകൾ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് കാർഗിൽ എന്ന ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ്. അതെ, ഇന്ത്യ മഹാരാജ്യം കാർഗിൽ വിജയ ദിവസം സെലിബ്രേറ്റ് ചെയ്ത ജൂലൈ മാസം 26 അന്ന് തന്നെയാണ് കാർഗിൽ എക്യുപ്മെന്റ്സിന്റെയും വിജയ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കാർഗിൽ എക്യുപ്മെന്റ്സ് വളരെ മനോഹരമായി അത് കൊണ്ടാടുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാവരും അതിൽ പങ്കുചേർന്നു. വലിയ ആഘോഷ പരിപാടികളോടുകൂടി ചില വിശിഷ്ടാതിഥികളോടുകൂടി ആ ഫംഗ്ഷൻ കമ്പനിയിൽ നടത്തുവാൻ സാധിച്ചു. വളരെ വിജയകരമായിരുന്നു. അന്നത്തെ ദിവസം 25ാം വാർഷികം തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ സ്റ്റാഫിന് വേണ്ടി അവരുടെ സർവീസ് അനുസരിച്ച് അത് വിതരണം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. ഇനി വിവിധ പരിപാടികൾ എടുത്ത 12 മാസം വിവിധ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഭംഗിയായിത്തീരുന്നതിനായി ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. കാർഗിൽ എന്ന പേര് നൽകാൻ സാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നു അതിനൊരു പ്രചോദനം? അത് വലിയൊരു കഥയാണ്. കാരണം ഞാൻ ആലോചിച്ച ഒരു പേരെന്ന് പറയുമ്പോൾ അതിനെപ്പോഴും ഒരു മീനിങ് ഉണ്ട്. എൻ്റെ പേരാണെങ്കിലും ആരുടെ പേരാണ് പേരിനൊരു അർത്ഥമുണ്ട്. അത് അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ പേരിടാൻ. 3 മാസം ഞാൻ പേരുകൾ എഴുതുകയായിരുന്നു. കമ്പനി തുടങ്ങുന്നതിന് മുമ്പേ രജിസ്റ്റർ ചെയ്യുന്ന 3 മാസം കൊണ്ട് ഞാൻ പേരുകൾ എഴുതി ഓരോ ഓർമ്മകൾ വരുമ്പോൾ കുറിച്ച് പോകുമായിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ സംഭവമാണ് 99 കാർഗിൽ യുദ്ധം. അന്ന് ഒരു കുഞ്ഞു മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെയും അറിയുന്ന ഒരു സ്ഥലമാണ് കാർഗിൽ എന്ന് പറയുന്നത്. കൊടിമുടികളുടെ ഉയരത്തിലാണ്. അപ്പം ഉയരം കൊണ്ട്, തണുപ്പ് കൊണ്ട്, യുദ്ധസന്നാഹങ്ങൾ കൊണ്ട് ലോകത്തിൽ നിന്നും ഏറ്റവും വ്യത്യസ്തപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ കരുതി ഉയരം കൊണ്ടും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ് ഉണ്ടാക്കുക. അത്രയും -30, 40 ഈ കാർഗിൽ എക്യുപ്മെന്റ് അവിടെ പ്രവർത്തിക്കും. അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ എയർഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകര് അവർ ജീവൻ വെടിഞ്ഞത്, അവരുടെ ഓർമ്മ നിലനിർത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ കണക്ട് ചെയ്ത് വന്നപ്പോഴാണ് കാർഗിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കാട്ടിൽ വേറൊരു പേര് അന്ന് എനിക്ക് ചൂസ് ചെയ്യാനില്ലായിരുന്നു. അതാണ് സത്യം. അതെ.
എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ട് വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ് കിച്ചൺ എക്യുപ്മെന്റ്. അതെ സാധാരണ ഒരു ആ ഒരു മേഖല പരിചയമില്ലാത്ത, മുൻ പരിചയമില്ലാത്ത ഒരു മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഒന്ന്, എയർഫോഴ്സിലെ 26 വർഷം ജീവിതം, എൻ്റെ പിതാവിനോടൊപ്പമുള്ള 18 വയസ്സ് വരെയുള്ള ജീവിതം. അപ്പോൾ ഈ 44-ാമത്തെ വയസ്സിൽ പോകുന്ന എനിക്ക്, പുറത്തിറങ്ങുന്ന എനിക്ക് ധാരാളം എക്സ്പീരിയൻസുകൾ ലഭിച്ചിട്ടുണ്ട്. പിതാവിൽ നിന്ന് ലഭിച്ച വലിയ ദീർഘവീക്ഷണങ്ങളുണ്ട്. ക്വാളിറ്റിയെക്കുറിച്ച് എല്ലാം വളരെ അർത്ഥവത്തായ ഒരു ചിന്താഗതിയുള്ള പിതാവായിരുന്നു. വ്യോമസേനയെ കയറിയപ്പോൾ ഞങ്ങൾ വ്യോമസേന എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. അപ്പൊ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അത് എല്ലാ ഫീൽഡിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ അത് വളരുന്നതിനെ നമ്മൾ വളമിട്ട് നനച്ച് വലുതാക്കി എടുക്കണം. എനിക്ക് ലഭിച്ച പ്രോത്സാഹനങ്ങള്, പരിചയങ്ങള്, അങ്ങനെ എല്ലാം കൂടെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കിച്ചൺ എക്യുപ്മെന്റ്സ് എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. അതെ, ഒരു കടബാധ്യതകളും ഇല്ലാതെ ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല. ഇപ്പോഴും ഒരു ബാങ്കിൽ നിന്ന് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും എടുത്തിട്ടില്ല. അതിൽ നിന്ന് വളർന്നു വന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് തുടക്കം കുറിക്കുന്നത്. അതെ, ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഷോർട്ട് ടൈം കൊണ്ട് എനിക്ക് തോന്നുന്നു 25 വർഷം ഇന്ന് ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി. ഒരു 500,000 ക്ലയൻസ്. അതാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സ് രംഗത്ത് ബെസ്റ്റ് കമ്പനിയാക്കി നമ്പർ 1 ഇൻ ഇന്ത്യ കാർഗിൽ കിച്ചൺ എക്യുപ്മെന്റിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ, ആ ഒരു 25 വർഷത്തെ ആ ഹാർഡ് വർക്കിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 25 വർഷം തുടക്കം ഒരു 5 പേരേ ഉള്ളായിരുന്നു. അതിൽ ചിലർ പാർട്ട് ടൈം പണിയുമായിരുന്നവര്. ക്വാളിറ്റി എക്യുപ്മെന്റ് മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളായിരുന്നു. അന്ന് ഞാൻ തുടങ്ങി എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാർ, ഇൻഡസ്ട്രിയൽസ് എല്ലാം കൂടി 200 പേരെ ക്ഷണിച്ചു അവിടെ ഇനാഗുറേഷന് വേണ്ടി. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് ചോദിച്ചു, ഇത് പലയിടത്തൊന്നും വാങ്ങിച്ചു വെച്ചതല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ എയർഫോഴ്സിൽ നിന്ന് എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ ഇത്രയും മനോഹരമായ എക്യുപ്മെന്റ് അവിടെ ഉണ്ടാക്കി ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു, ഇനാഗുറേഷൻ. പുള്ളിയാണ് ഇതെല്ലാം വേറെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ച് വെച്ചിരിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. നിന്നോട് എന്തോ പറയാനാണ്? യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ആ തുടക്കം മുതൽ ഒരിക്കൽ പോലും ഈ 25 വർഷമാകുമ്പോൾ സിൽവർ ജൂബിലി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ജൂലൈ മുതൽ ജൂലൈ 26-ാം തീയതി കാർഗിൽ ദിവസത്തിൽ വലിയ ഫംഗ്ഷനോടുകൂടി തുടങ്ങുകയാണ്. ഒരിക്കൽ പോലും ഒരു ക്ലയന്റ് നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുകയൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഇറങ്ങും പോകത്തില്ല, കാർഗിലിന് മാത്രമേ തരത്തുള്ളൂ. ആ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാറിന്റെ ഇൻഡസ്ട്രി സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ കാലത്തിന് മുമ്പേ ആ കാലം ആഗ്രഹിക്കുന്ന ആ എക്യുപ്മെന്റ്സ് നേരത്തെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഏറ്റവും അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത്, ലോകോത്തര കമ്പനികളിലെ, വേൾഡിലെ ടോപ്പ് 10 കമ്പനികളിൽ 7 കാർഗിൽ എക്യുപ്മെന്റിന്റെ ക്ലയന്റുകളാണ്. അവരുടെ കിച്ചണൊക്കെയും ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന കാർഗിൽ എക്യുപ്മെന്റ് ആണ്. അതിന് ഓരോ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കും, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും. അവരെ വിട്ട് ട്രെയിനിങ് മറ്റുള്ളവരെ പരിചയക്കാരെ കൊണ്ടുവന്ന് അവരെ ക്ലാസ് എടുക്കും. ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ട്, സ്റ്റഡി ക്ലാസ്സുകളുണ്ട്. പിന്നെ ഞങ്ങൾ എക്സിബിഷനിലൊക്കെ വിദേശത്ത് പോകും. അവിടെ കാണുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് എപ്പോഴും ഒരുപടി മുന്നോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതെ അതെ, അതാണ് നമ്മൾ അതെ അതെ അതെ. അതിൽ ഡിസൈനിങ് പാർട്ടായിരുന്നാലും അതിന്റെ മാനുഫാക്ചറിങ് അല്ലായിരുന്നു. നമ്മളൊരു സാധനം കൊടുത്താൽ ആളിനെ തൃപ്തിപ്പെടണം, അദ്ദേഹം ഉദ്ദേശിക്കുന്നതിലും മെച്ചമായിട്ട് കൊടുക്കണം. 500,000 ക്ലയൻസ് ആണ് നമുക്ക് ഉള്ളത്. അതിലേക്ക് നമ്മൾ ഒരു അച്ചീവ്മെന്റ് ആണ്, നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ആവശ്യപ്പെട്ട 100 രൂപയുടെ ആവശ്യമാണേലും 100 മില്യന്റെ ആണെന്ന് പറഞ്ഞാലും ഒരു 1,00,000 രൂപയുടെ ഓർഡർ, അല്ലെ 10,000 രൂപയുടെ ഓർഡർ, 25 കോടിയുടെ ഓർഡർ നമുക്ക് ഒരുപോലെ കണക്കാക്കത്തുള്ളൂ. ആരോടും ഇല്ല എന്ന് പറയത്തില്ല. ആരും ഒരു എക്യുപ്മെന്റ് കാർഗിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ഒരിക്കലും അവരെ നിരസിച്ചോ വിടത്തില്ല. നമ്മളൊരു ടൈമിലി കംപ്ലീഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, അതാണ് നമ്മൾ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്വാളിറ്റിയോടൊപ്പം തന്നെ ഒരു സമയബന്ധിതമായിട്ട് നമ്മളത് ഡെലിവറി ചെയ്യാൻ കഴിയുക, അത് എത്രത്തോളം സാധിക്കുന്നുണ്ട്? ഈ കാർഗിൽ എന്ന് പറഞ്ഞാൽ കാർഗിൽ എന്നല്ല അവിടെ വിളിക്കുന്നത്, കാർഗിൽ ഫാമിലിയായത്. ഞങ്ങളെ 100-ൽ പരം പേരും അതിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട്, നാനാ ജാതി മതസ്ഥരുണ്ട്. ഇവരെ ഉൾക്കൊള്ളിച്ചാണ് ഞാൻ പോകുന്നത്. ഒരു വ്യത്യസ്ത രീതിയാണ്, ഒരു കുടുംബമാണ്.
ഇവരുടെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ ആവശ്യങ്ങൾ അത് അവർക്കറിയാം. എനിക്ക് പലതരമായ വെൽഫെയർ ഫണ്ടുകളുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന്, ആശുപത്രിക്ക്, ഇൻഷുറൻസ്, യാത്രാപ്പടി എല്ലാം ഉണ്ട്. പാർട്ടി, ഡിന്നർ, റിക്രിയേഷണൽ റണ്ണ്, ടൂറ്. ഓരോ ടീമിനെയൊക്കെ വിടും. അവരുടെ ഇഷ്ടം പോലെ കറങ്ങിയടിച്ചിട്ട് വരാൻ പറയും. ടിക്കറ്റും എടുത്ത് അവർ കേരളത്തിലെ നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട് ഇതെല്ലാം വിടും. അപ്പൊ ഇങ്ങനെ ടീമായിട്ട് ഇവർ പോയി കഴിയുമ്പോൾ കുടുംബമായിട്ടാണ് ഇവരെ വെച്ച് പുലർത്തുന്നത്. അപ്പൊ കുടുംബത്തിന്റെ ആവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും നോ പറയുകയില്ല. അവര് ഇന്ന ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ നോട്ടീസ് ഉള്ളെങ്കിൽ പോലും 8 ദിവസം കഴിയുന്ന തന്നെ അവർ റെഡിയാക്കി ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണത്തിന് യാതൊരു പ്രയാസമില്ല. അതിനെല്ലാം ഷോപ്പ് ഫ്ലോർ മാനേജർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താ ഫുഡ് വേണ്ടത്, എപ്പോഴാണ് വേണ്ടത്, അവർക്ക് ആവശ്യത്തിന് മേടിച്ച് കഴിക്കാം. അതെല്ലാം പേയ്മെന്റ് ഞാൻ ചെയ്തോളും. പക്ഷെ അപ്പൊ അവർക്ക് അവിടെ ഫുഡിന് പ്രയാസമില്ല, യാത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. നേരത്തെ സാറ് പറഞ്ഞു, കാരണം എൻ്റെ ജീവിതത്തിന്റെ ആ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് എൻ്റെ ജീവിതത്തിനും ഒന്ന് മോൾഡ് ചെയ്തത് എൻ്റെ പിതാവാണ്. ഒരു ചെറുകിട വ്യാപാരിയായിരുന്ന അച്ഛനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു. എല്ലാം പഠിച്ചു. അതോടൊപ്പം തന്നെ അമ്മയിൽ നിന്ന് സ്പിരിച്വാലിറ്റി എന്താണെന്ന് പഠിച്ചു. അമ്മയാണ് നമുക്ക്. അപ്പം മാതാപിതാക്കൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ അപ്പനും അമ്മയും സ്വാധീനിച്ചിട്ടുള്ളത്? പിതാവിനോടൊപ്പം ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ, നമുക്ക് 2-3 വയസ്സ് വരെയുള്ളൊന്നും ഓർക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞ് ഈ അപ്പൻ ചെയ്യുന്നതെല്ലാം ഞാനും അച്ചായനും, ഞാൻ അപ്പൻ എന്ന് പറയുന്നത് അച്ചായൻ എന്നാണ് വിളിക്കുന്നത്, അച്ചായനും ഒരു മുറിയിലാണ് ഉറങ്ങിക്കൊടുത്തത്. ചിലപ്പോൾ അച്ചായൻ്റെ കൂടെ ഉറങ്ങുന്നത്. ഇങ്ങനെ അന്ന് പകൽ ചെയ്യുന്ന കാര്യങ്ങൾ, പോയത് വന്നത്. അച്ചായൻ മാർക്കറ്റിൽ പോകുമ്പം സ്കൂൾ കഴിഞ്ഞ് വൈകിട്ടാണ് പോകുന്നത്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ഇടത്ത് വായിക്കും. അപ്പോൾ അച്ചായൻ്റെ കൂടെ ഞാനും പോകും വള്ളത്തേലെ. കുറച്ച് കഴിഞ്ഞ് ഞാനും തുഴയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ തുഴഞ്ഞു പോയിട്ട്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കാറെന്നൊക്കെ പറയുന്നത് വള്ളമാണ്. കുട്ടനാടില്ല, 6 മാസം കരയും 6 മാസം വെള്ളത്തിലും. അപ്പം നമ്മുടെ ഇവിടെ കാറൊന്നുമില്ല, അന്ന് വള്ളം മാത്രമേ. ഞങ്ങൾക്ക് 2 വള്ളം ഉണ്ടായിരുന്നു. അച്ചായന് 2 ഉന്നക്കാരുണ്ട്, മുന്നിലൊരാൾ പുറകിലൊരാൾ. അച്ചായൻ അങ്ങനെ അവിടെ അങ്ങനെ വ്യാപാരങ്ങളൊക്കെ. അങ്ങനെ വ്യാപാര രംഗത്ത് ചെറുപ്പം മുതൽ ഞാൻ പിതാവിനോട് കൂടെ ആയതുകൊണ്ട്, അച്ചായൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ഇടത്തേക്ക് പോകും, സ്റ്റേഷനറി കടയിൽ പോവും, പാത്രങ്ങൾ നോക്കും, ഗ്ലാസ് നോക്കും, മേടിക്കും. അത് ഓരോന്നും കൊട്ടി നോക്കി. അന്നൊക്കെ ഈ കോപ്പ, അതുപോലെ ഇരുമ്പ് ഇഞ്ഞാണോ എന്ന് പറയും, അതായത് ഇനാമൽ പ്ലേറ്റുകളൊക്കെയാണ്. മഗ്ഗുകളൊക്കെ, അതിനാകാതെ മഗ്ഗുകള്. തുണിക്കടയിൽ കയറി കഴിഞ്ഞാലും തുണി എടുത്തിട്ട് എടുത്തു, അല്ലെ കട കയ്യിൽ മേടിക്കാൻ പോലും, മുണ്ട് മേടിക്കാനും തോർത്ത് മേടിക്കാൻ സൈഡിൽ ഇങ്ങനെ പിടിച്ചൊന്ന് വലിച്ചു നോക്കും. പഴയതടം കീറിപ്പോ. വളരെ കുഞ്ഞനാൾ പോലെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. ആ കച്ചവട രീതി പിതാവിൽ നിന്ന് ഒരുപാട് പഠിച്ചു. അപ്പം ആ സത്യസന്ധത, ആത്മാർത്ഥമാണ്. എന്റെ പിതാവിനെ ജാതി മതഭേദം എന്റെ കടപ്പുറ, എന്റെ സ്വന്തം നാട് നിരണം, തലവടി, എടത്തുവ, വട്ടടി, ആ ചുറ്റുപാടുകളിൽ എല്ലാവരും അറിയായിരുന്നു. ഏറ്റവും എൻ്റെ അനിയനായ ഏറ്റവും ഇളയത്. അപ്പം 10-13 വയസ്സായപ്പോൾ ആ അനിയൻ ഉണ്ടാകുന്നത്. പിന്നെ 18 വയസ്സായപ്പോൾ ഞാൻ പോരുന്നു. അപ്പം അനിയനും 2-3 വയസ്സായപ്പോഴും ഒന്നും ആരും അറിയുന്നില്ല ഇങ്ങനൊരു അനിയൻ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ പിതാവിൽ നിന്നെല്ലാം എനിക്ക് ലഭിക്കേണ്ട വ്യാപാര രംഗങ്ങളിലെല്ലാം കച്ചവടത്തിന്റെ രീതിയും ഞാൻ ധാരാളം. മാതാവിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്റെ മാതാവ് വളരെ ഞങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കും. എന്റെ പിതാവും അതുപോലെ തന്നെ വലിയ ദൈവഭക്തരായിരുന്നു. ആ ദൈവവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു സംശയം. ദൈവവിശ്വാസം, സത്യസന്ധത വരണമെങ്കിൽ ദൈവവിശ്വാസം വേണം. ആദ്യം നമുക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ വിശ്വാസം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. യാതൊരു സംശയവും. 1999 കാർഗിൽ എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ സാറ് കരുതിയിരുന്നു ഇത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു? ഇത്രത്തോളം വലുതാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട്. അതെന്റെ സ്നേഹിതർക്കെല്ലാം അറിയാം. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാത്രകളും. എന്നാൽ ഇതിന്റെ എല്ലാം എന്നെ തകർക്കാൻ പലരും നോക്കി. എന്നെ തകർക്കാനായിട്ട് പലരും നോക്കി. പല ഇൻസ്പെക്ഷന്, റെയ്ഡുകള്, ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്. തുടങ്ങുമ്പോൾ തന്നെ വഴി തടഞ്ഞിട്ട് എന്റെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ടിക് വെൽഡിംഗ് മെഷീൻ ചെക്ക് പോസ്റ്റ് തടഞ്ഞു വെപ്പിച്ച ആൾക്കാരൊക്കെ മഹാന്മാരുണ്ട്. അവരെയൊക്കെ ഞാൻ സൂപ്പർസീഡ് ചെയ്തു പോയി. എയർപോർട്സിൽ ഇരിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. അതെ. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? മാവേലിക്കര, കല്ലുമല. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് അന്നമ്മ. വീട്ടിലല്ലെങ്കിൽ സാലിമോൾ എന്ന് വിളിക്കും. സാറിന്റെ എത്ര മക്കളാണ്? എനിക്ക് 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികൾ. മൂത്ത ആളുടെ പേര് സോളമൻ എന്റെ കൂടെ ബിസിനസ്സില്. സോളമൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ്. അവര് ശബരിമലയ്ക്ക് അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടുന്നാണ്
അവിടുന്നാണ് അവരുടെ നാട്. പക്ഷെ ഇവിടെ ബാംഗ്ലൂർ സെറ്റിൽഡ് സെറ്റിൽഡ് ആണ്. ഒരു മോളെയുള്ള ആണും പെണ്ണുമായിട്ട് ഒരു മോളെ. മരുമകളുടെ പേര് ജീന. ജീന. പേരക്കുട്ടി അത് രണ്ടുപേരുണ്ട്. മൂത്തവൻ രൂപൻ, രണ്ടാമത്തവൻ റയന്. രണ്ടാമത്തെ മകന്റെ പേര് സ്റ്റാൻലി. സ്റ്റാൻലി. അവൻ USA ഹൂസ്റ്റണില്, ടെക്സസ് സ്റ്റേറ്റിൽ ഹൂസ്റ്റൺ സിറ്റിയിലാണ്. വിവാഹം കഴിഞ്ഞു. മൈസൂരിൽ നിന്നാണ്. മലയാളികൾ തന്നെ, തിരുവല്ലക്കാർ തന്നെ. ആ മോക്കും അവിടെ ജോലിയുണ്ട്. ജൂലിൻ. അവർക്കൊരു കുട്ടിയുണ്ട്. അവന്റെ പേര് ഡെറായസ് എന്നാണ്. സമയം കിട്ടുമ്പോഴൊക്കെ US പോവും, അവരിങ്ങോട്ടും വരും. എനിക്ക് ഗ്രീൻ കാർഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം സറണ്ടർ ചെയ്തു. എൻ്റെ വൈഫിൻ്റെ ബ്രദർലോസ് വഴി എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാം സറണ്ടർ ചെയ്തു. അവിടുത്തെ എൻ്റെ സ്വന്തം നാട്, എൻ്റെ ഈ കാർഗിൽ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ദൈവം ഇത്രയും സൗകര്യങ്ങൾ തന്നിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാണ്? ഞാനിപ്പോൾ ഈ വയസ്സാക്കാലത്ത് പോയി അവിടെ പോയിട്ട് ഏതായാലും ജോലി ചെയ്യാതെ അവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഈ പ്രായത്തിൽ ഞാൻ വാൾമാർട്ടിലോ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലേ ജീവിക്കാൻ പറ്റും. ഒരു മാസമൊക്കെ എല്ലാവരും നോക്കും. പക്ഷെങ്കിൽ വളരെ സത്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ കഴിവുള്ളിടത്തോളം കാലം നമ്മുടെ നാട് തന്നെ നമുക്ക് പറ്റുക. ഇത്രയും നാൾ ഞാൻ എന്നെ നോക്കി പോറ്റി പുലർത്തിയ ഈ നാട്, ഈ ഇന്ത്യ, എനിക്കത് തന്നെയാണ് എനിക്ക് തന്നെ അത് തന്നെയാണ്. കുടുംബത്തിന്റെ ഒരു പിന്തുണയും സാറിന്റെ ജീവിതത്തിൽ വലിയൊരു സക്സസിന്റെ പിന്നിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു, അവരെ നല്ല നിലയിൽ എത്തിക്കാൻ സാധിച്ചു. അതിനു വേണ്ടി നമുക്ക് ഒരു കടപ്പാട്, നമ്മളോട് തന്നെ ഒരു കടപ്പാട്, നമ്മുടെ കുടുംബത്തോടൊരു കടപ്പാട്, നമ്മുടെ മക്കളോടൊരു കടപ്പാട്. നമ്മൾ എന്ത് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കുഞ്ഞ് ആക്ച്വലി യഥാർത്ഥത്തിൽ മോൾഡ് ചെയ്യേണ്ടത് ഒരു ഗർഭസ്ഥയായ ഭാര്യയെ അന്നേരം മുതൽ വഴക്കും പറയാതെ സൂക്ഷിച്ചെങ്കിൽ കുഞ്ഞ് കരയാതിരിക്കുക. അതിനെ ഈ ഭാര്യയെ ഒരിക്കലും തല്ലാതെ, അടിക്കാതെ, വഴക്ക് പറയാതെ, ചീത്ത വിളിക്കുക, എന്നും ചിരിയാണെങ്കിൽ ഈ കുഞ്ഞ് ജനിക്കുമ്പോഴേ ചിരിച്ചോണ്ടേ ജീവിക്കത്തുള്ളൂ. ടീച്ചറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ രാവിലെ പോകുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ ശരീരത്തിൻ്റെ ചൂട്, ഊഷ്മാവൊക്കെ നോക്കി അവർക്കൊരു ഉമ്മ കൊടുത്ത്, ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന, നഴ്സറി പഠിക്കുന്ന ആയിക്കോട്ടെ, BCom പഠിക്കാൻ, MCom പഠിക്കുന്നതായിട്ടാണ്, IIT പഠിക്കുന്നതായിക്കോട്ടെ, ആ കുഞ്ഞിനെ രാവിലെ പോകുമ്പോൾ മുഖനെ ഒന്ന് തൊട്ട് ആശ്ലേഷിച്ച് വിട്ട് ഉമ്മ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ നോക്കണം, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം, മോടെ കണ്ണിലേക്ക് നോക്കണം. എന്തുകൊണ്ട് തല മൂടിയിട്ട് തലവേദനയാന്ന് പറഞ്ഞു തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് മുഖം തരുന്നില്ല? എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് സാധിക്കത്തുള്ളൂ. ഒരു കുഞ്ഞും പിഴച്ചു പോത്തില്ല എന്ന് നോക്കിക്കണ്ട്. ഈ ബന്ധമില്ലാത്ത കൊണ്ടാണ്, മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ ബന്ധമില്ലാത്ത കൊണ്ടാണ്. ആ ഓരോ നിമിഷം, ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളെ അറിഞ്ഞിരിക്കണം. ആ ബന്ധമാണ് പഴയ കാലത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നുള്ള മക്കളുടെ ആ ഒരു നമ്മുടെ കാലഘട്ടം. ഇപ്പം മക്കളുണ്ട്, അവിടെ ഒരാളുണ്ട്, ഓരോരുത്തർ കയറി വരുന്നു. എൻ്റെ വീട്ടിൽ 2 മുറി, അടുക്കളയും ഒരു വരാന്തയും ഒരു ചാർത്തും കൊണ്ടാണ് ഞങ്ങൾ 11 പേര് ജീവിച്ചു. ഇന്ന് മുറികളെല്ലാം ഇവിടെ അടഞ്ഞു കിടക്കുക. എല്ലാം ഗ്രീൻ റൂമിനകത്തോട്ട് കയറി, ആർക്കും പിന്നെ ഒരു ബന്ധമില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസം 70ാം പിറന്നാൾ വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും, കുടുംബത്തിലെല്ലാവരും കൂടെ ഒത്തുചേർന്ന ഒരു വലിയൊരു ഫംഗ്ഷൻ നടന്നു. 2 ഫംഗ്ഷൻ നടന്നു. ഒന്ന് ഇവിടെ നടന്നു, ഹോട്ടലിൽ നടന്നു. അത് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അനുഗ്രഹം. അങ്ങനൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ എല്ലാവരും, കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് തീരുമാനിച്ചു. കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു നല്ല ഒരു വലിയൊരു അനുഭവമായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നല്ല കാര്യം. സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിത ശൈലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാ മേഖലയിലും വിജയിക്കാൻ കഴിയുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ കാർഗിൽ എക്യുപ്മെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു മേഖലയാണ്. അതെ. ഈസ് ഇറ്റ് ഹെൽത്തി ഓർ അൺഹെൽത്തി? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യം പറയുകയാണ്, ഞാൻ ഇന്ന് വരെ ഒരു കോമ്പറ്റീഷന് പോയിട്ടില്ല. എനിക്കൊരു മാർക്കറ്റിംഗ് ആളില്ല. ഇത് ഹോട്ട് കേക്ക് പോലെ നമ്മുടെ സാധനം വിറ്റ് എന്നെ അന്വേഷിച്ചാണ് ആൾക്കാർ വരുന്നത്. കാർഗിലേക്ക് പിന്നെ അന്വേഷിച്ച് വരിക. ഞങ്ങൾ ആരെയും തേടി പോകാറില്ല. ഞങ്ങളോട് പറയും, നിങ്ങളുടെ സാധനമുണ്ട്, നിങ്ങൾക്ക് ചെയ്തു തരാമോ, നിങ്ങൾ താല്പര്യമുണ്ടോ? ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കും. എൻ്റെ കണ്ടീഷൻ, അവരുടെ കണ്ടീഷൻ ഞാൻ പോവുകയില്ല. എൻ്റെ കണ്ടീഷൻ എനിക്ക് ഇന്നതാണ്, എനിക്ക് ഇന്ന സമയത്ത് പേയ്മെൻറ്റ് തന്നെ, എൻ്റെ ക്വാളിറ്റി ഇന്നതാണ്,
ഒരു ലോവസ്റ്റ് വൺ ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് കിട്ടത്തില്ല. കാരണം ഞാൻ ലോവസ്റ്റ് വൺ എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് പലരുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ അറ്റം അങ്ങനെയൊന്നും എടുക്കത്തില്ല. എൻ്റെ റേറ്റ് അതൊന്നുമില്ല. ഒരു കമ്പനി ഓടിച്ചു പോകാനുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാണ്ട് പറ്റുമോ? അപ്പൊ അതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു കോമ്പറ്റീഷൻ ഇല്ല. ഇന്ന് എന്നോട് ആരും കോമ്പറ്റ് ചെയ്യാനും ഇല്ല. കാരണം എനിക്കറിയാം എന്നുണ്ടാക്കുന്ന ക്വാളിറ്റി മറ്റുള്ളവർ കൊടുക്കാൻ പറ്റൂല. 1972 ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവിടം തൊട്ട് ഇന്ന് വരെയുള്ള ആ ഒരു ജീവിതത്തിന്റെ ഒരു റിവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് അർഹമായതിലും അപ്പുറം എല്ലാം ഞാൻ നേടി. ദൈവം തമ്പുരാൻ തന്നു. എല്ലാം നേടി. എല്ലാം ദൈവത്തിൽ കൂടി എല്ലാം എനിക്ക് സാധിക്കുവാൻ സാധിച്ചു. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ പകുതി പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ 100-1 പ്രതീക്ഷിച്ചില്ല. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇന്നത്തെ തലമുറയ്ക്ക് സാറിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? അത് നമ്മളൊന്നും ജീവിതത്തിൽ കാഷ്വലായിട്ട് എടുക്കരുത്. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ലക്ഷ്യബോധം ഉണ്ടായെങ്കിൽ മാതാപിതാക്കന്മാർ നമ്മുടെ വീട്ടിൽ നമ്മൾ കുടുംബമായിട്ടിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പഠിക്കേണ്ടത് അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ വിടണം. അപ്പോൾ നമുക്കെല്ലാത്തൊരു ഒരു ലക്ഷ്യബോധമുള്ളവരാ. ആ ഒരു രീതി വേണം നമ്മൾ മുന്നോട്ട് വരാൻ. അങ്ങനെ ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. നമ്മൾ തന്നെ ശ്രമിക്കണം. മാതൃകയായിരിക്കണം. നമ്മൾ തന്നെ മാതൃകയാവണം. ഇന്ന് ആരോഗ്യമില്ലാത്ത ഒരു ലോകത്തിലോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ആരോഗ്യമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ളത്. ആ ആരോഗ്യമാണ് മുന്നോട്ട് സാറിനെ നയിക്കുന്നതും. ഇനിയും ഒരുപാട് ദൈവവിശ്വാസം, അനേകരുടെ പ്രാർത്ഥന, ആ യാത്ര ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നതിൽ. താങ്ക് യു വെരി മച്ച് സാർ.